ഇന്നത്തെ നമ്മളെ ലഞ്ച് ബോക്സ് സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ. സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ, എന്നത്തെയും പോലെ തന്നെയാണ്. കാരണം ഇവിടെ എല്ലാവർക്കും ഫ്രൈ ചെയ്തതിനോടാണ് കൂടുതൽ താല്പര്യം. കുഞ്ഞാപ്പുക്കുട്ടിക്ക് പിന്നെ ഞാൻ ചോറിലൊരു കാടമുട്ട വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം വെക്കാൻ മറന്നു പോയിട്ട് എൻ്റെ വൈകുന്നേരം വന്നിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. വഴുതനങ്ങ ഫ്രൈ ആണെന്ന്, ഒന്നില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഫ്രൈ അല്ലെങ്കിൽ വഴുതനങ്ങ ഫ്രൈ ആയിരിക്കും. ഇന്ന് വഴുതനങ്ങയാണ് ഫ്രൈ ചെയ്യുന്നത്. ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. രാവിലെ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ ലേശം നേരെ വൈകി പോയിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്തതുകൊണ്ട് ഉപ്പേരി വെക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ സാമ്പാർ കൊടുക്കുന്നുണ്ട് പൊന്നൂസിനും ഉച്ചക്കത്തേക്ക്. സാമ്പാർ ആയതുകൊണ്ട് അവൾക്ക് കൊണ്ടുപോകാൻ ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞാപ്പുക്കുട്ടിക്ക് പിന്നെ എന്നും ചാറുകറി എന്തെങ്കിലും വേണം അവൾക്ക് ചോറിൻ്റെ കൂടെ. രണ്ടാളുടെയും ഇഷ്ടങ്ങൾ പ്രത്യേക തരമാണ്. കഷ്ണങ്ങളോട് സാമ്പാറിലിടുന്നത് തിരഞ്ഞ് വേണം രണ്ടാക്കും കഷ്ണങ്ങൾ കൊടുക്കാൻ. എല്ലാ കഷ്ണങ്ങളൊന്നും കഴിക്കത്തില്ല കേട്ടോ. രണ്ടാക്കും കൊടുക്കുന്നുണ്ട് സാമ്പാർ. പൊന്നൂസിന് ഞാൻ ഒരു അച്ചാറിൻ്റെ ബോട്ടിലാണ് കേട്ടോ സാമ്പാറാക്കി കൊടുക്കുന്നത്. അവൾ കഴിഞ്ഞ പ്രാവശ്യം കറി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ബോട്ടിൽ എവിടെയോ കളഞ്ഞ് മിസ്സായി പോയിട്ടുണ്ട്. സാമ്പാർ കഷ്ണം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞാപ്പുക്കുട്ടിക്ക് ഞാൻ 2 ബിസ്ക്കറ്റാണ് കേട്ടോ വെച്ചത്. അത് പോരാന്ന് പറഞ്ഞിട്ട് ഒരു ബിസ്ക്കറ്റും കൂടി ഇട്ടിട്ടുണ്ട്. ലഞ്ച് കാര്യമായിട്ട് കഴിക്കില്ല, സ്നാക്സ് കാര്യമായിട്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അന്നേരം ഞാൻ എപ്പോഴും കുറവാണ് കൊടുക്കാൻ നോക്കാറ്. അവർക്കുള്ളതൊക്കെ പാർസലാക്കി വെക്കുന്നുണ്ട്. പൊന്നൂസിൽ നിന്ന് നേരത്തെ പോകേണ്ടതുകൊണ്ട് തന്നെ അവൾ 7:45 8 മണിയാകുമ്പോഴത്തേക്ക് അവൾ പോയിട്ടോ. കുഞ്ഞാപ്പൂനുള്ള വെള്ളവും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. ചക്കര ഇന്ന് ചോറാണ് കൊണ്ടുപോയത്. എല്ലാവരും എടുത്തതിന് ശേഷമാണ് അവൾ എടുക്കുക. അതുകൊണ്ടാണ് അവൾ ലഞ്ച് ബോക്സ് കാണാത്ത. അവൾ ചില ദിവസങ്ങളിൽ മാത്രമേ കൊണ്ടുപോകുള്ളൂ. അത് വഴുതനങ്ങ ഫ്രൈ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ആളിന്ന് കൊണ്ടുപോകുന്നത്. അവർക്കുള്ളത് പാക്കാക്കി വെക്കുന്നുണ്ട്. രാവിലെ ഉപ്മാവായിരുന്നു കേട്ടോ കഴിക്കാൻ. നേരം വൈകിയത് കൊണ്ട് തന്നെ കുഞ്ഞാപ്പുക്കുട്ടി റെഡി ആയിട്ടുണ്ട്. അന്നേരം ഇനി സ്കൂളിൽ പോവാണ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.